ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനേ ഉള്ളത് നമ്മുടെ എറണാകുളത്താണ്. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പൊന്നൂസിൻ്റെയും കുഞ്ഞൂസിൻ്റെയും അടുത്തേക്ക് എത്തണം. എന്നിട്ട് ഞങ്ങളല്ല കേട്ടോ, ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അവർക്കറിയില്ല. ജസ്റ്റ് ഇനിയിപ്പോൾ അവരുടെ അടുത്തേക്ക് ചെല്ലട്ടെ, അതിന് ശേഷം നമുക്ക് കാണാം. എന്നിട്ട് റിവീൽ ചെയ്യാം എവിടേക്ക് പോകേണ്ടതെന്നുള്ള കാര്യങ്ങളും. അതുപോലെ തന്നെ അവരോടും പറഞ്ഞിട്ടില്ല, റെഡി ആയി നിന്നോളം പറഞ്ഞിട്ടുണ്ട്, എവിടേക്ക് പോകണമെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് ശേഷം അവിടെ എത്തിയിട്ട് കാണാം. ഹായ് ഫ്രണ്ട്സ്, PK സിസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രോ ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ. പറ്റിച്ചു ഞാൻ നേരത്തെ അവിടെ നിന്ന് വരുമ്പോ തന്നെ ഞാൻ ഇൻട്രോ പറഞ്ഞു. അടിപൊളിയായിട്ടില്ല. അപ്പൊ ഇപ്പോ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഞാനത് പിന്നെ പറഞ്ഞു ഗൈസ്, എവിടേക്ക് പോണെന്നുള്ളത് റിവീൽ ചെയ്യാം. നമുക്കൊന്ന് പറയണ അപ്പൊ എവിടേക്ക് പോണെന്ന് പറയണ, അതാ അവിടെ എത്തിട്ട് പറഞ്ഞ അങ്ങനെ സസ്പെൻസാ. അത് നിങ്ങൾ പറയും, എന്തായാലും കുഴപ്പമില്ല, സസ്പെൻസ് ചെയ്യാം. കുഞ്ഞാ എന്നിട്ട് കയ്യില് കുഞ്ഞാ കാണിച്ചു കൊടുത്ത. ശരി. അല്ല, ഇത് നമ്മള് ഇപ്പൊ പറയണോ അതോ അവിടെ പോയിട്ട് പറഞ്ഞാ മതിയോ? അവിടെ പോയിട്ട് പറഞ്ഞോ. അടിപൊളി. രണ്ടുപേരും വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു. അവിടെ പോയിട്ട് പറഞ്ഞു. അപ്പൊ അതുവരെ അവർക്ക് ഒരു സസ്പെൻസ് ആയിക്കോട്ടല്ലേ. പക്ഷെ നമ്മള് പോയിക്കൊണ്ടിരിക്കണ വഴി ഏതാന്ന് പറഞ്ഞ ക്ലൂ കൊടുക്കല്ലേ അവിടുന്ന്? ക്ലൂ കൊടുക്കാം. തൃശ്ശൂർ പാലക്കാട് റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തൃശ്ശൂർ പാലക്കാട് റൂട്ടില് അല്ലേ? അപ്പൊ നമ്മള് അത് ക്ലൂ അല്ലേ? അത് നമ്മള് തമിഴ്നാട്ടിലേക്ക് കിടക്കും. തമിഴ്നാട്ടിലേക്ക് സ്ഥലമാണ് പറഞ്ഞാ മതി. വേണ്ടല്ലേ, സ്ഥലം പറയണ്ട. പതിയെ അവിടെ എത്തട്ടല്ലേ നമ്മള്. ഇതിന്റെ ഇടയിൽ നമ്മളിപ്പോ കുറച്ചുകൂടി പോകുമ്പോ നമ്മുടെ മെയിൻ സംഭവം തൃശ്ശൂരത്തെ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവത്തും എന്തായിരിക്കും അത് പറഞ്ഞേ? വല്ല ഐഡിയ ഉണ്ടാ? എന്തൊരു ഐഡിയ ഉണ്ടാ? കുഞ്ഞിന് ഐഡിയ കുഞ്ഞ ഐഡിയാസ്? കുതിരാൻ, തുരങ്കം, ടണൽ, തുരങ്കം അത് കണ്ടിട്ടുണ്ടാ? നീ കണ്ടിട്ടുണ്ടല്ലോ ആദ്യം ഉണ്ടായപ്പോ അല്ലേ? പണി കഴിഞ്ഞപ്പോ അല്ലേ? കുഞ്ഞോ അധികമായിട്ടില്ല അതിപ്പോ പണിതിട്ട്. പണ്ട് അധികം ആയിട്ടില്ല, കുറച്ചായിട്ടുള്ളൂ അത് പണിതിട്ട്. ഓർമ്മയില്ലാണ്ടായിരിക്കും. അപ്പൊ എന്തായാലും അത് കാണാം അല്ലേ? അത് കാണിച്ചു കൊടുക്കാം അവർക്ക് അല്ലേ? അപ്പൊ നമ്മളിനി പതുക്കെ കുതിരാൻ എത്തുന്നത് വരെ ഞങ്ങൾ ഇങ്ങനെ അയ്യോ കുണ്ടും കുഴി, വഴിയൊക്കെ വളരെ മോശമാണ് ഇപ്പൊ പണി കിടക്കുന്നോണ്ടല്ലേ. ഈ അതെ 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 കഴിഞ്ഞ വീഡിയോസില് അതെ അതെ എന്ന് പറഞ്ഞിട്ട് ആരോ കമന്റ് ഇട്ടുണ്ടായിരുന്നു. ഈ അതെ അതെ എന്നുള്ള സംഭവം കൂടുതലാണല്ലോ എന്ന് പറഞ്ഞിട്ട് കുറയ്ക്കാൻ പറ്റും. അതെ 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 അതിനും അതെ പറ്റും. പതിയെ പതിയെ കുറച്ചാൽ മതി. അതെ പറഞ്ഞല്ലേ? അല്ല നമുക്ക് ഇനി അവിടെ പോയിട്ട് നിർത്താൻ മതിയാ? എന്താ പറയണ്ടേ? പറഞ്ഞോ, നിങ്ങൾ സംസാരിക്ക്. ഇന്ന് കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കുഞ്ഞ എന്തിനായിരുന്നു? പനിയൊന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞ ചെറുതായിട്ട് രാത്രി ഉണ്ടായിരുന്നു പനി. പിന്നെ എന്താ സാധനം? സ്റ്റെതസ്കോപ്പ്. അതിന്റെ പേര് പണിപാളി. അതിന്റെ പേര് ഇല്ല. ഇപ്പൊ നമ്മള് യാത്ര ചെയ്യുമ്പോ ബാക്ക് സൈഡില് കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് അവർക്ക് മുന്നിലേക്ക് വരാൻ താല്പര്യമില്ല അല്ലെ? ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാർ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ നമ്മള് കാണിക്കുന്നില്ല അല്ലെ? അപ്പൊ തൽക്കാലം അങ്ങനെ പോട്ടെ അല്ലെ? അപ്പൊ കുതിരാൻ നമ്മൾ പതിയെ എത്താറായിട്ടൊക്കെ ഉണ്ട്. ഇല്ല ഇതിപ്പോ നമ്മള് ചുവന്ന മണ്ണ് എത്താറായിട്ടുള്ളൂ. അപ്പൊ നിനക്ക് ആ ചുവന്ന മണ്ണിന്റെ ഒരു സംഭവം വേണ്ട. അതെന്താടാ സംഭവം ശരിക്കും? ചുവന്ന മണ്ണ് ആ പൈപ്പിലെയും വെള്ളം പോണല്ലോ അത്. കണ്ടോ ഗൈസ്, ഇത്
പീച്ചിന്ന് വെള്ളം കൊണ്ടുവരുന്ന പൈപ്പാണ് കാണുന്നത് എന്നാണ് എന്റെ അറിവ്, അല്ലേ? അങ്ങനെ തന്നെ കേരള ഇറിഗേഷൻ യെസ് അതന്നെ. പീച്ചി പ്രൊജക്ട് കണ്ട ചുവന്ന മണ്ണിലാണ് ഇത് കാണുന്നത്. ഇതാണ് നമ്മളെ പീച്ചിന്ന് വെള്ളം നമ്മുടെ എല്ലാ ഇടങ്ങളിലേക്കും വാട്ടർ സപ്ലൈ ഇതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇനി കുതിരാൻ എത്തുക. ഓക്കെ, അപ്പൊ നമ്മൾ കുതിരാൻ എത്താറായി. കുതിരാന്റെ മലകൾ കണ്ടു തുടങ്ങി അല്ലേ? കുതിരാൻ മലകൾ എത്തി തുടങ്ങി. കുതിരയുടെ മലയല്ല, കുതിരാൻ മല. അപ്പൊ നമ്മളിങ്ങനെ പതിയെ ആ ഒരു ടണലിന്റെ ഭാഗത്തേക്ക് മന്ദം എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാണാണ്ടോ? അതെ അതെ അല്ല, അതെ നീ ഇടയ്ക്ക് പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. നീ അതേ എന്നുള്ളത് അതെ 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 അങ്ങനെ പറയണ്ട. നീ ഇടയ്ക്ക് അതേ പറഞ്ഞ കുഴപ്പമില്ല. പക്ഷെ അതേ കുറച്ച് കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതെ കുഞ്ഞിനെ പറഞ്ഞ ഇപ്പൊ നമ്മളിത് എത്താറായി. ഓക്കെ, ഇപ്പൊ ആദ്യം എത്തി കാണു ഗൈസ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ വഴിയില്, അതുപോലെ തന്നെ കേരളത്തിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കുതിരാൻ ടണലിന്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. യെസ്, അടിപൊളി അല്ലേ? വേറെ ഏതോ സ്ഥലത്തൂടെ പോകുന്ന പേടിയുണ്ടോ? എനിക്ക് കാറിൽ പോണോണ്ട് കുഴപ്പമില്ല, ബൈക്കിൽ പോവാൻ പേടിയാ അല്ലേ? കാണുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിവൊക്കെ ഉണ്ട് അതിന്റെ അടിയില്. പിന്നെ മുകളില് മലയാണ്. ഇപ്പൊ പേടിയില്ലേ? ഇപ്പൊ പേടിയാ? അതിന്റെ മുകളില് മലയാണ്. മല, ഈ മല തുറന്നിട്ടാണ് ഈ തുരങ്കം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടാ. തുറന്നിട്ടില്ല, തുരന്നിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കുതിരാൻ തുരങ്കം. അപ്പൊ അതേ ഇതിന്റെ നെക്സ്റ്റ് ഇതിലേക്ക് എത്താറായി നമ്മള് കേട്ടോ. ഓക്കെ, ഭയങ്കര വെളിച്ചം പോലെ തോന്നല്ലേ? എത്തിപ്പോയി. യെസ്, നമ്മളങ്ങനെ നമ്മള് ഇവിടെ എത്തി. ഇവിടെ ടോൾ ഗേറ്റ് കണ്ടോ? ഇതാണ് പന്നിയങ്കര ടോൾ ഗേറ്റ്. യെസ്, അപ്പോ പതിയെ നമുക്ക് ടോൾ കൊടുക്കാം. ടോളൊക്കെ ഉണ്ട്, പക്ഷെ റോഡ് ശരിയല്ല. ഇവിടുന്ന് അങ്ങോട്ട് കുഴപ്പമില്ലാതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പ്രശ്നമാണ്. അപ്പൊ നമ്മള് പന്നിയങ്കര ടോള് കഴിഞ്ഞു, പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്. ഇപ്പൊ നമ്മളിപ്പോ വടക്കുംചേരി എത്തും. വടക്കുംചേരി എന്ന് പറഞ്ഞാല് ചിപ്സുകളുടെ ലോകം. വറവ് അറിയോ പൊന്നു കുഞ്ഞോ? ചിപ്സുകൾ എന്ന് പറഞ്ഞാല് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് വടക്കുംചേരി. വടക്കുംചേരി. അപ്പൊ ഇനി അവിടേക്ക് എത്തും. ഓക്കെ, നമ്മള് നേരത്തെ പറഞ്ഞില്ലേ ഡോക്ടറുടെ കേസ്, അത് നമ്മള് ഫുൾ ആക്കിയില്ലല്ലോ അല്ലേ? എന്താ ഡോക്ടർ കാണാൻ പോയിട്ട് പൂജ ഉണ്ടായില്ലല്ലോ? പറയും ഡോക്ടറിന്റെ ഡോക്ടർ ആളാ ഡോക്ടർ പറഞ്ഞ നീ അത് പറഞ്ഞത് നീ ബാക്കി പറഞ്ഞാൽ മതി. ഡോക്ടർ ശരി അല്ലേ? അവിടെ പോയി കണ്ടു. അപ്പൊ ഒരു സാധനം വെച്ചു, പനി നോക്കുന്ന സാധനം വെച്ചു. പക്ഷെ അവിടെ പനി ഉണ്ടായിരുന്നില്ല. അല്ല, അവിടെ പനി ഉണ്ടായിരുന്നില്ല. അപ്പൊ വീണ്ടും വെയിറ്റ് നോക്കി. എത്ര ഉണ്ട് പോയിട്ട്? 20. എത്രയായിരുന്നു പണ്ട്? നല്ല ഓർമ്മയില്ല. 19 ആയിരുന്നു.
എന്നെ വെയിറ്റ് നോക്കാൻ പോയപ്പോ ഇവിടെ വെയിറ്റ് നോക്കിയപ്പോ 19. ഭയങ്കര കൂടിട്ടാ. അയ്യോ വെയിറ്റ് കുറവല്ലത്. അതെ. പിന്നെ ഡോക്ടർ പറഞ്ഞു കഫക്കെട്ടുണ്ട്. പിന്നെ കൊറേ മരുന്ന്. എന്നിട്ട് മരുന്ന് കുടിക്കണ്ട നമുക്ക്? കുടിക്കാറില്ലേ? സിറപ്പില്ലേ? സിറപ്പ് വേണ്ടാന്ന് ഇവള് പറഞ്ഞു. ഗുളിക ഇഷ്ടം. ഗുളിക മാത്രം എടുത്തുള്ളൂ അല്ലേ? മാത്രം തന്നൂല്ലേ? ഓക്കെ. എനിക്ക് വയ്യായിരുന്നു, പക്ഷെ ഞാൻ ഡോക്ടറെ കാണിച്ചു. ഇവളൊരു റൂമിലേക്ക് വിളിച്ചോണ്ട് പോയി. ഇഞ്ചക്ഷൻ കുത്താൻ പോയത് അത് ശരിക്കും ഇഞ്ചക്ഷൻ കുത്തുന്ന സ്ഥലമാണ്, പക്ഷെ ഇവിടെ വെയിറ്റ് എടുക്കാൻ കൊണ്ടുപോയതായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടാ വന്നത്. ഇങ്ങനെ പിടിച്ചിട്ട് സൂചി കുത്തിട്ട് നമ്മള് പഞ്ഞി വെച്ചിട്ട് വരില്ലേ, അതുപോലെ വെച്ചിട്ട് അവള് വന്നത്. അതെനിക്ക് എന്തോ അവിടെ പോയപ്പോ അങ്ങനെ തോന്നിയ വെച്ച് പോകാനാണോ? അങ്ങനെയൊന്നല്ല, ഇവള് വേറെ എന്തോ ഒരു ഇതില് അങ്ങനെ പിടിച്ചു വന്നതാ. ഞാൻ പിന്നെ ചിലപ്പോ നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ടാ. ഇതാണ് വടക്കുംചേരി ചിപ്സുകൾ ലോകം. നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്, നമ്മള് ഇങ്ങനെ ക്യാമറ പിടിച്ചുകൊണ്ട് നടന്നില്ല. അപ്പൊ നമുക്കിനിപ്പോ വരുമ്പോ അങ്ങോട്ട് നോക്കാം അല്ലേ? വരുമ്പോ നോക്കാം. അപ്പൊ ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ഹോസ്പിറ്റലിൽ പോയി, എല്ലാം കഴിഞ്ഞു. മരുന്നും കിട്ടി കുഞ്ഞിന് അല്ലേ? കുഞ്ഞാ കഴിക്കണം. പക്ഷെ പനിയൊന്നുമില്ലടാ. പോ തലവേദന ഉണ്ട് അല്ലേ? കഫക്കെട്ടിന്റെയാണ്. തൊണ്ടന്റെ മാറിയില്ലേ? തൊണ്ടവേദന മാറി, ചുമയുണ്ട്. ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നെറ്റിയില് കബണ്ട്. അതാണ് തലവേദന അല്ലേ? ഓക്കെ. കുഴപ്പമില്ല കേട്ടാ, മാറൂട്ടെ പെട്ടെന്ന്. ഡോക്ടറെ കണ്ടതല്ലേ? മരുന്ന് കഴിച്ചാ പെട്ടെന്ന് മാറും. മരുന്ന് കഴിക്കാൻ പോണുള്ളൂ അല്ലേ? അപ്പൊ ആയിക്കോട്ടെ. ഈ ആൾക്കാര് നമ്മുടെ ഫ്രണ്ട്സ് കരുതും ചിലപ്പോ ഈ വയ്യാത്ത സമയത്താണോ അവര് ഈ പോണത് കരുതല്ലേ, ടൂറ് പോകുന്നത് അല്ലേ? വലിയ വയ്യായിരുന്നില്ല ഗൈസ്. ഇന്നലെ വൈകുന്നേരമായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരത്തേക്ക് ചിലപ്പോ പ്രതീക്ഷിക്കാം അല്ലേ? ചിലപ്പോ നാളെ സ്കൂളില്ലടാ. സ്കൂളില്ല. അപ്പൊ നാളെ സ്കൂളുണ്ട്. നാളെ പോണ വേണ്ട. ഓക്കെ. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ കേസ് ഞങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇനി ഒരു ഇപ്പൊ സമയം എത്രയാണ്? 3:30 ആവാറായി കഴിഞ്ഞു അല്ലെ? 3:30 കഴിഞ്ഞുണ്ട്. 3:30 അല്ലേ? അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് കാര്യം ചെയ്യാം. ഇനിയിപ്പോ ചായ കുടിക്കാൻ കയറാം. അതൊക്കെ 4 മണിക്ക് കഴിഞ്ഞിട്ടേ ചായ കുടിക്കാൻ കയറാം. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാം അല്ലേ? അപ്പൊ ഇനി നമ്മൾ ചായ കുടിക്കുന്നത് കാണാം ഗൈസ്. ചായ കുടിക്കുന്നു, കഴിക്കുന്നു അല്ലേ? ചെറുതായിട്ട് അല്ലേ? കഴിക്കട്ടെ. അത് നിന്റെ കളിയാക്കത്തില്ല കുഞ്ഞാ. അതെ അല്ല, ഒന്നും അറിയാത്ത പോലെ. അപ്പൊ നമ്മള് പാലക്കാർക്ക് അടുത്തോണ്ടിരിക്കണ് പൊന്നോ. അതെ നമ്മള് പാലക്കാർക്ക് അടുത്ത് തുടങ്ങിയപ്പോളേ നമ്മുടെ വണ്ടിയില് നമ്മള് FM വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ നമ്മളവിടെയൊക്കെ 93.5 ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നോക്കിയാ 93.5 എന്താ എഴുതിക്കണം നോക്കിയാ? അതാണ് കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. അതിന്റെ തമിഴാണ്. കേളുക്ക് കേട്ടുകൊണ്ടേ കേട്ടിക്കിട്ടേ ഇരുങ്കൈ. അത് തമിഴ്നാട്ടിലെത്തിയപ്പോ അങ്ങനെ അല്ലേ? കേട്ടുകൊണ്ടേയിരിക്കൂ. അപ്പൊ നമുക്കും പറയാം നമ്മളുടെ എന്താ പറയാ സംഭാഷണങ്ങൾ, നമ്മളുടെ വോയിസ് കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. അപ്പൊ നമ്മള് പാലക്കാട് എത്തി. പാലക്കാട് നിന്ന് ഇനി നമ്മള് പിടിക്കുന്നത് കോയമ്പത്തൂർ. കോയമ്പത്തൂര്. ഈ കോയമ്പത്തൂർ എന്ന് പറയുമ്പോഴേ ചിലപ്പോ ചില ആൾക്കാർക്ക് മനസ്സിലാവട്ടെ നമ്മൾ അവിടേക്ക് പോകുന്നത് അല്ലേ? ചെറിയൊരു ക്ലൂ കിട്ടിണ്ടാവും അല്ലേ? അപ്പോ എന്തായാലും പറയുന്നില്ല, അവിടെ എത്തട്ടല്ലേ? എത്തിയിട്ട് നമുക്ക് അത് കാണിച്ചു കൊടുക്കാം അവർക്ക് എല്ലാവർക്കും അല്ലേ?
അപ്പൊ ഇനിയിപ്പോ നമ്മൾ അവിടെ ഇനിയിപ്പോ ചായ കുടിക്കാൻ നിർത്തിയിട്ടില്ലല്ലോ നമ്മള്. കാണൂ ഗൈസ്, പാലക്കാടിന്റെ മനോഹാരിത അല്ലേ? അടിപൊളി വയലോരങ്ങൾ. വെള്ളി പോകാൻ എവിടെ? ഓക്കെ കാണുന്നുണ്ട്. ഹായ്, അപ്പൊ നമ്മള് ശരവണ ഭവനിൽ കയറിയേക്ക അല്ലേ? ശരവണ ഭവൻ എന്ന് പറയുമ്പോ പാലക്കാട് എത്താറായി നമ്മള്. നമ്മൾ എന്തൊക്കെയാ ഓർഡർ ചെയ്തേ ഒന്ന് പറഞ്ഞേ കുഞ്ഞ? പിന്നെ 2 ഭട്ടൂര, പിന്നെ ഒരു നെയ്റോസ്റ്റ്, 3 കാപ്പി, ഒരു നെയ്റോസ്റ്റ് പറഞ്ഞിട്ടോ കുഞ്ഞൻ. അപ്പൊ ഇനി ഫുഡ് വേണ്ടല്ലേ ഗൈസ്? അപ്പൊ നമ്മള് എന്താ കുഞ്ഞെ പറ്റിയ കണ്ണിന് കരട് പോയാ? സാരില്ല, കണ്ണൊക്കെ ചൂന്നുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. മസാല ദോശ, നെയ്റോസ്റ്റ്. പേടിച്ചു. ഇപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്ന സ്ഥലം എവിടെയാ? പറഞ്ഞ സ്ഥലം ഏതാ? ശരവണ ഭവനില് കുഴപ്പമില്ല കേട്ടോ, നല്ല തിരുപ്പതി ദൈവത്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. മസാല ദോശ വന്നു, നെയ്റോസ്റ്റ് വന്നു. കുഞ്ഞല്ല നെയ്റോസ്റ്റ് കുഞ്ഞ? എനിക്ക് മസാല ദോശ. ഇനി നമ്മള് ഓർഡർ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാ? ഭട്ടൂര. ഇനി ഭട്ടൂര 3. ഭട്ടൂരെത്തി. ഭട്ടൂര നമ്മുടെ അവിടെ കിട്ടുന്ന ഭട്ടൂര പോലെ അല്ല അത് ഇരിക്കില്ലേ? നമ്മുടെ ഭട്ടൂര കുറച്ചുകൂടി വലുപ്പത്തില്ല വരാ അല്ലേ? ഓക്കെ. ഇതിപ്പോ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അല്ലേ ഗൈസ്? ആസ് യൂഷ്വൽ നമ്മുടെ ഫുഡ് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. എല്ലായിടത്തും പോലെ തന്നെ കളം കാലിയായി അല്ലേ? എന്തോ കുഞ്ഞിന്റെ കണ്ടിരിക്കണ്ടല്ലോ, നെയ്റോസ്റ്റിന്റെ ബാക്കിയാ? ഇതെന്താ ടേസ്റ്റ് ഉണ്ട്? ഏത് ലെമൺ ജ്യൂസ്? പൊന്നെന്താ കഴിച്ച? ഉഴുന്നോടയും ലെമൺ ജ്യൂസ്. ഉഴുന്നോട എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പക്ഷെ മസാല ദോശ വലിയ കുഴപ്പമില്ല, ഭട്ടൂര കുഴപ്പമില്ല, നെയ്റോസ്റ്റ് കുഴപ്പമില്ല അല്ലേ? കാപ്പി അടിപൊളിയുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി വേണ്ട, ഇനി എന്തൊക്കെ എടുക്കാനല്ലേ ഇവിടെ നമുക്ക് വീഡിയോ? അതുകൊണ്ട് എടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇവിടുത്തെ അല്ലേ? എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് പൊന്നോ? കണ്ടോ പൈസ കിട്ടുന്ന ഐറ്റം ഉണ്ടോ? അതെ. ഇത് കണ്ടിട്ട് കുബേരൻ പൈസ ശിവന്റെ അടിപൊളിയായിട്ടില്ലല്ലേ അത്? ഒരു ക്ലൂ കൊടുക്കാം നമുക്ക്. മനസ്സിലായി എവിടേക്ക് പോണെന്നുള്ളത് അല്ലേ? എല്ലാവർക്കും മനസ്സിലായി. ഏതാ മരം കൊണ്ട് കളിക്കണ മറ്റേ എന്താണ്? മുത്ത് ഈ ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ കണ്ടാ കളിക്കാനുള്ളതാ? ഭയങ്കര ടഫ്. ഒരെണ്ണം വീണിട്ടാ കളിക്കാനുള്ളതാണ്, ഗെയിമാണത്. ഇതിപ്പോ ഇതിലേക്ക് എത്തണം. ഇത് വാങ്ങിക്കുന്നുണ്ടാ? എത്രയാ ചോദിച്ചേ? എത്രയാ പോവത്? 110 1 ടൺ വാങ്ങിക്കാം ഒരെണ്ണത്. അപ്പൊ ഇത് വാങ്ങിക്കാം. വേണ്ട അല്ലെങ്കിൽ വേറെ നോക്കണം. ഇത് വേണ്ടെങ്കിൽ വേറെ ഒന്ന് നോക്കണം. ഇതാ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങുമ്പോ ശ്വാസം വലിക്കും. അങ്ങനെ കണ്ട ഇത് വേണോ വേറെ എന്തെങ്കിലും വേണോ നോക്കാം. അവിടെ വാങ്ങിക്കാം, എന്തെങ്കിലും ഐറ്റം വാങ്ങിക്കും. മെമ്മറി ഇവിടേക്ക് വന്നുള്ള ഒരു മെമ്മറി കാണിക്കാൻ വേണ്ടിട്ട് നമ്മള് ഇത് ശരവണ ഭവൻ ഏതാ സ്ഥലം വരുന്ന സ്ഥലം? പ്ലേസ്
അണവരം അണവരം. ഓക്കെ ഓക്കെ. ഇത് ശരിക്ക് തമിഴ്നാട് എത്തി. തമിഴ്നാട് കേരള ബോർഡർ. ആ, ഈ കോയമ്പത്തൂർ പോകാൻ നമ്മൾ നേരെ പോയി ലെഫ്റ്റ് വരണം അല്ലേ? കോയമ്പത്തൂർ. ആ ഓക്കെ ഓക്കെ. ഏത് പഞ്ചേ? ഇതൊക്കെ മരത്തോണ്ടുള്ള ഐറ്റംസ് ആണ്. ഏതാ തോന്നുന്നു തന്നെ ആയിരിക്കും. കണ്ടോ എന്താണ്? പ്രസി ബട്ടൺ ഉണ്ട്, ബട്ടൺ. അത് എന്താണ്? എന്തായിട്ടത്? അതെന്നായിട്ട് അത് പൊളിച്ചു. ആ പിന്നെ വെച്ച നിനക്കത് പാകാവില്ല. നിനക്ക് വലുതാ വലിച്ച. അതാണ് കലക്കി. അത് സൂപ്പറായിട്ട്. ഏതാ ഇതെന്താ കാരണം? അതെ. ഇത് എത്രയാ? 260. ഇത് വേണോ? ഇത് ഈ കളർ മതി അതോ വേറെ വേണോ? കളർ നോക്കിയാ ഇത് മതിയാ? ഡാർക്ക് അടുത്ത ഇതെടുത്ത ബ്രൗൺ. നോട്ടെ അത് മതിയാ? ഇതിനെ കാണാൻ ഭംഗിയതാ. ആ അപ്പൊ ഇതെടുക്കാം. അപ്പൊ ഇതെടുത്തു. ഇതെടുത്തു നമ്മളല്ലേ. ഇത് എന്തൊക്കെ നമ്മൾ വാങ്ങിച്ചതെന്നുള്ളത് കാണിക്കാം. ഇത് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് കാണിക്കാം അല്ലേ? ഓക്കെ. ഹായ്. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിറങ്ങി. എന്തൊക്കെ ഐറ്റംസ് വാങ്ങിച്ചു? കപ്പലണ്ടി മിഠായി, പേട. ഇതെന്താ ഐറ്റം എന്നറിയോ? ഇത് കണ്ടാ? ഇത് പഴയ ഉള്ളിൽ കപ്പലണ്ടി അല്ലേ? പഴയ കുഞ്ഞാ എന്താ വീടി? അത് വാങ്ങിച്ചെടുത്തു അല്ലേ? അടിപൊളി. ഇത് ഉള്ളിൽ കപ്പലണ്ടിയാണ്. പഴയ നമ്മുടെ നൊസ്റ്റാൾജിയ. പിന്നെന്താ വാങ്ങിച്ചത്? പിന്നെ കപ്പലണ്ടി മിഠായി. ഓക്കെ. അപ്പൊ ഇനി പതുക്കെ അവിടെ നിന്ന് നമ്മള് ഇറങ്ങാണ്. നേരെ ഇനി അവിടെ എത്തിയിട്ട് കോയമ്പത്തൂർ നേരെ അവിടെ എത്തിയിട്ട് ഇനി ബാക്കി കാണിക്കാം അല്ലേ? ഓക്കെ ഗൈസ്. ഒന്ന് കാണിച്ച. യെസ്. ഹായ് ഗായ്സ്. കാണൂ ആട്ടിന്റെ കൂട്ടം. ആടും കൂട്ടം നിറയെ. ഞങ്ങൾ പോകുന്ന വഴിയിൽ ആടുകൾ, നിറയെ ആടുകൾ. എന്താ വരവ്. ഞങ്ങൾ ഒതുക്കി കിട്ടും ഗൈസ്. അത്രയ്ക്കധികം ആളുകളുണ്ട് ഗൈസ്. ഒരു രക്ഷയില്ല ഗൈസ്. ഗൈസ് നോക്കൂ. വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾ വേറെ നിവൃത്തിയില്ല. ആടിന്റെ ജനസാഗരം, ആടിന്റെ സാഗരം, ആട് സാഗരം. വണ്ടി ഫുള്ള് ചുറ്റിലും. നോക്ക്
ഗൈസ് നോക്കൂ നോക്കൂ നോക്കൂ, നല്ല ആടുകൾ. ഇത് അടിപൊളിയായിട്ടാ, നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയില്ല അത് കാണാനായിട്ട്. എന്റെ ഇടയിൽ കൂടെ പട്ടികളും ഉണ്ട്. നമ്മുടെ വണ്ടി ഫുൾ ചുറ്റി ആടുകൾ, അതിന്റെ ഇടയിൽ പട്ടികള്. ഈ പട്ടികൾ എന്ന് പറയുന്നത് ആടുകളെ സംരക്ഷിക്കാനുള്ള സംഭവം കേട്ടോ, അതിന് വേണ്ടിട്ടായിരിക്കില്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ അയ്യോ വണ്ടി പെട്ടോ, അയ്യോ വണ്ടി മൂന്ന് ഇടിക്കണ്ടല്ലോ വീട്ടില്. എവിടെയൊക്കെ ഇടിക്കുന്നുണ്ട് വണ്ടിമേ. ആണോ പട്ടി? കണ്ട പട്ടി കണ്ട? പട്ടികൾ ശരിക്കും പറഞ്ഞാല് ആടിന്റെ സംരക്ഷകരാണ്, അവർ നോക്കാൻ വേണ്ടിട്ട് എന്ന് കേട്ടിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മള് വീണ്ടും പോവാണ്. നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായില്ലേ? എത്താറായില്ലേ? അപ്പൊ നമുക്ക് ഇനിയിപ്പോ അവിടെ എത്തിയിട്ട് കാണിക്കാം. അപ്പൊ ഇടയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോ നമ്മൾ നിർത്തിയതാണ്. അപ്പൊ അത് വലിയൊരു നല്ലൊരു അനുഭവമായില്ല. അത്രയ്ക്കധികം ആടുകൾ നമ്മൾ കണ്ടിട്ടില്ല അല്ലെ ഒരുമിച്ച്. ഓക്കെ ഇനി അവിടെ തിരി കാണാം. ഹായ് പൊന്നു കുഞ്ഞു, ഇപ്പൊ നമ്മൾ എവിടെയാണ്? എത്തി. ഈ സ്ഥലം ചിലപ്പോ ഇത് കാണിച്ചു കൊടുക്കല്ലേ അല്ല നല്ലത്? സ്ഥലം നമുക്ക് എങ്ങനെ ആയിക്കോട്ടെ, കാണിച്ചോ. അങ്ങനെയല്ലോ. യെസ്, നോക്കൂ ഗൈസ്, എവിടെയാണ് സ്ഥലം നോക്കൂ ഗൈസ്. യെസ്, നേരത്തെ തന്നെ ക്ലൂ കൊടുത്തു നമ്മള് അല്ലേ? അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായിണ്ടാവും എവിടെയാന്ന്. യെസ്, നോക്കൂ 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 ഗൈസ്, ഞങ്ങൾ എവിടെ എത്തിയത്? അതെ, ആദിയോഗി. എന്താ സംഭവം? ആ ഫീല് അല്ലേ? ഫീല് ഒന്നൊന്നര ഫീല് അല്ലേ? ഇത് നോക്കി, ഇതിന്റെ മൊത്തം പ്ലേസ് നമുക്ക് കാണില്ല. മൊത്തം കണ്ടല്ലോ ഇവിടെ, ഈ ഏരിയ മൊത്തം കണ്ടോ? കണ്ടോ 4 പാടും മലകളാൽ ചുറ്റി നിൽക്കുന്ന ഒരു ഏരിയ അല്ലെ കുഞ്ഞ? തണുപ്പ് ശരിയാ, കൂളാണല്ലേ? പൊന്നെ നല്ല പേടില്ലായിരുന്നു പൊന്നോ, ഇത് കാണാൻ പേടിയാണ്. അടുത്ത് പോവാനാ പേടി? ഇഷ്ടാണ് അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് അല്ലേ കുഞ്ഞ? ഇവിടേക്ക് വരണമെന്ന്. നല്ല ഫ്രെയിം ആയിട്ടല്ലോ. ഓക്കെ, അവിടുന്ന് അടിപൊളി. ഇങ്ങോട്ട് നോക്ക് അവിടെ നിക്കടാ പൊന്നോ ഫ്രണ്ടില്. ഹായ്, കിടു. അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടേക്ക് വരണം അല്ലേ? കാറ്റ് വരുന്നുണ്ട്, നമ്മുടെ വോയിസ് കേൾക്കാവോ? ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ആദിയോഗി, കോയമ്പത്തൂര് ആദിയോഗിയുടെ ആ ഒരു സ്ഥലത്തേക്ക് എത്തി. സത്യം പറഞ്ഞാലും മാനസികമായിട്ട് എന്താ പറയാ, വളരെയധികം സന്തോഷവും ഒരു ആശ്വാസം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോ. കാരണം ഇത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ജീവിതത്തിലത്തെ. അത് നമ്മള് കണ്ടു. സന്തോഷം. ഓ എന്താണ്, അത്യാവശ്യം തിരക്കുള്ളൂ, വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ ഈ ഒരു പ്ലേസ് കണ്ടോ, 4 പാടും മലകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഈ സ്ഥലം. എന്താണ് ഇതിന്റെ ഈ ഒരു ആംബിയൻസ്, ഈ ഒരു ആറ്റ്മോസ്ഫിയർ വേറെ ലെവൽ ആറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല. ഇത് പലരും കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാലും നമ്മുടെ ചാനലിൽ കൂടെ എല്ലാവരും കാണുക, എല്ലാവരും അനുഗ്രഹിക്കുക. അടിപൊളി. എന്താ ഇനി ഇവിടെ ലൈറ്റിംഗ് ഉണ്ട് വൈകിട്ട്. അപ്പൊ ആ ലൈറ്റിങ്ങും കൂടി കണ്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുള്ളൂ. അതും കൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. കുഞ്ഞ ഇഷ്ടപ്പെട്ടോ കുഞ്ഞ? പേടിയേ കണ്ടപ്പോ? പൊന്നൂസിന് പേടിയല്ലേ കുറച്ചില്ലേ കണ്ടപ്പോലെ? അതിന്റെ ബാക്ക് സൈഡ് നമ്മള് കണ്ടു തുടങ്ങിയില്ലേ കാറിൽ വെച്ച് വരുമ്പോ അല്ലേ? കണ്ടായിരുന്നോ? പൊന്നെ പേടി വന്നില്ലേ കുറച്ച്? ചെറുതായിട്ട് അടുത്ത് ഇപ്പൊ അടുത്തെത്തി ഏകദേശം നമ്മള്.
എന്നാ അങ്ങോട്ട് പോവാ നമുക്ക്. എന്ത് എന്തിനാ പേടിക്കുന്നേ? എന്താണ് ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ, ഒരു വേറെ ലെവലല്ലേ. പോവാ അങ്ങോട്ട് പോവാം. അപ്പൊ ഇത് പിടിച്ചോ അതൊക്കെ. ഞാൻ പിടിച്ചാ മതിയോ? രോമാഞ്ച്. ഗൈസ് നമ്മളിപ്പോ ഇപ്പൊ തന്നെ അനൗൺസ് ചെയ്തു. ഇപ്പൊ തന്നെ നമുക്ക് ഇപ്പോ തുടങ്ങും നമ്മുടെ ലൈറ്റിങ്ങിന്റെ പരിപാടികളൊക്കെ തുടങ്ങും. ദർശനാണ് ശരിക്കും ആദിയോഗി ദർശൻ. അപ്പൊ ഈ ദർശനം ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോ അതും കൂടി നമുക്ക് കാണാം. അതിലേക്ക് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ അടുത്ത് തന്നെ കാണാം കേട്ടോ.
ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ ലൈറ്റിങ്ങിന്റെ ഇതൊക്കെ കഴിഞ്ഞു. ലൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ചെറിയൊരു മഴയും പെയ്തു. എന്തായിരുന്നു പൊന്നു കുഞ്ഞോ നമ്മുടെ അനുഭവം പറഞ്ഞ? മനസ്സിനൊക്കെ ഭയങ്കര ഒരു നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമല്ല മാത്രല്ല, മനസ്സിന് നല്ല കുളിർമ, സന്തോഷം. ഒപ്പം തന്നെ കുഞ്ഞിനെ പറ്റിയ കുഞ്ഞിനൊന്നും ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ ആളായിരുന്നു. വലിയ ഉദ്ദേശിച്ചത് അവൾക്ക് ചെറിയൊരു മടി ഇങ്ങോട്ട് വരാൻ. പക്ഷെ അവൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അല്ലെ കുഞ്ഞല്ലേ ഇഷ്ടമായത് ഇവിടെ വന്നത് അല്ലെ? ഇനിയും വരണമെന്ന് പറയണേ കുഞ്ഞൻ അല്ലേ? കുഞ്ഞിനെ ഇനി ഇങ്ങോട്ട് വരണം തന്നെ പറയുന്നേ. മനസ്സിന് സന്തോഷം, പിന്നെ അതുപോലെ തന്നെ സമാധാനം അല്ലേ? ഓക്കെ. ആ ലൈറ്റിങ് എന്താല്ലേ? ലൈറ്റിംഗ് ഒക്കെ നമ്മള് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. എല്ലാരും വന്നത് കാണണം കേട്ടാ അല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോ നമ്മുടെ യാത്ര ഇന്നത്തെ എന്താ പറയാ, ആകെ ഒരു മാനസികമായിട്ടൊരു സന്തോഷം കാരണം എന്താ പറയുന്നത് പെടുത്തില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നാളെ പുതിയൊരു വീഡിയോയുമായി കാണാം. നാളെ അല്ലെങ്കിൽ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് അല്ലേ? സന്തോഷം, സമാധാനം, ഐശ്വര്യം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അല്ലേ? ഓക്കെ, ബൈ.